Hello everyone, once again welcome back to the world of discrete mathematics. ഈ ഒരു ലെക്ചറിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്, മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1-ലെ സെറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെക്ചർ ഓവർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സെറ്റ് ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് നോക്കണം, സെറ്റ് ഓപ്പറേഷൻസ് നോക്കണം, ദെൻ സബ്സെറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കണം, അതേപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റ്, ദെൻ ഫോർത്ത് വൺ കാർട്ടീഷ്യൻ product of two sets. Then അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് Venn diagram, how to represent a set using Venn diagram and set operations. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടെ ഡിസ്കസ് ചെയ്യും. ദിസ് ഈസ് എ ജനറൽ ഓവർവ്യൂ. കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് സെറ്റ് ഡെഫിനിഷൻ. നമ്മൾ എന്ത് പറയുമ്പോഴും നമുക്ക് ആദ്യം ഡെഫിനിഷൻ പറഞ്ഞിട്ടേ തുടങ്ങാൻ പറ്റൂ. അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഡെഫിനിഷനാണ്, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്തിട്ട് സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. ഇതാണ് സെറ്റിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ്, ഈ ഒബ്ജക്ട്സ് എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, ഈ ഒബ്ജക്ട്സ് എന്താവാം? നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, ആൽഫബറ്റ്സ് ആവാം, വേർഡ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് മീൻസ് എന്ന് വെച്ചാൽ ഒരു സെറ്റിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. അത്തരത്തിലുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റുകൾ, ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റുകളെ നമ്മളൊരു സെറ്റിൽ ഒരിക്കലും എലമെൻസിനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതാറില്ല. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സെറ്റായിട്ട് നമുക്ക് സെറ്റ് 0, 1, 2, 3 എക്സെട്രാ. സപ്പോസ് നമുക്ക് ഫസ്റ്റ് ഈസിനെസ് വേണ്ടിയിട്ട് നമ്മൾ 0 കട്ട് ചെയ്താൽ ഈ സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എല്ലാവർക്കും പരിചയമുള്ള എണ്ണൽ സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എക്സാമ്പിളായിട്ട് നമ്മൾ ആദ്യം പറയുന്നത് നമുക്കറിയാം, സെറ്റിലുള്ള എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് 2 കേളി ബ്രാക്കറ്റ്സിനകത്താണ്. ഈ 2 ബ്രാക്കറ്റ്സിനകത്താണ് സെറ്റിലുള്ള എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇൻ്റർവെൽസ് 0,1 എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ, ഇറ്റ്സ് എ റിയൽ നമ്പർ. എല്ലാ റിയൽ നമ്പറുകളും വരും സച്ച് ദാറ്റ് 0 ≤ x ≤ 1. ഇത്തരത്തിലുള്ള എലമെൻസിൻ്റെ കളക്ഷൻ നമുക്ക് 2 രീതിയിൽ എഴുതാം. 0 to 1, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,1, ഓർ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് 0 ≤ x ≤ 1. അപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്തില്ല? നമ്പേഴ്സ് ഇല്ല. പക്ഷേ ആ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതായത് ഈ ഒരു കളക്ഷൻ നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് സെറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എലമെൻറ്റ്സ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ സെറ്റിന് എഴുതുന്ന ഫോമാണ് സെറ്റ് ബിൽഡർ ഫോം. എന്ന് വെച്ചാൽ സെറ്റിനെ നമുക്ക് അതിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സെറ്റിന് എഴുതുകയാണെങ്കിൽ ഇതിനെന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി വിളിക്കുന്നത്? റോസ്റ്റർ ഫോം. ജസ്റ്റ് ജനറലി
സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ഫോംസ് ആണുള്ളത്. ഒന്ന് സെറ്റ് ബിൽഡാർ ഫോം. സെറ്റ് ബിൽഡാർ ഫോം എന്ന് പറയുമ്പോൾ അതിൽ എന്തായിരിക്കും, കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ വേർഡ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ആ സെറ്റിലുള്ള എലമെൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സെറ്റിലുള്ള എലമെൻസിനെ മൊത്തം അതുപോലെ തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റിന് വേറെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? റിയൽ നമ്പേഴ്സ് നമ്മൾ ജസ്റ്റ് ഇവിടെ 6 എഴുതിയേ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സെറ്റുകൾ എഴുതുമ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ എഴുതിയപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് റെപ്രസെൻറ്റേഷനും കൂടെ ഉണ്ട്, ഇങ്ങനെയും വരാറുണ്ട്. ഇത് നമ്മൾ എവിടെ പോയിട്ട് എഴുതിയാലും യൂണിവേഴ്സൽ റെപ്രസെൻറ്റേഷനാണ്. എവിടെ പോയിട്ട് ഈ രീതിയിൽ എഴുതിയാലും സെപ്പറേറ്റ് ആയിട്ട് അത് നാച്ചുറൽ നമ്പറാണെന്ന് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓട്ടോമാറ്റിക്കലി അത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് റെപ്രസെൻറ്റേഷനാണ്. അതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയാൽ റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ള എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള വേറൊരു നമ്പർ സിസ്റ്റം ഉണ്ട്. ആരാണ്? ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യാറ് -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പർ ഉണ്ട്, ഇവിടെ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പറിൻ്റെ നെഗറ്റീവ് വരുന്നുണ്ട്, ദെൻ ഇവിടെ 0യും കൂടെ വരുമ്പോൾ ഇതിന് നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറയും. അപ്പോൾ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, R ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറാണ്, Z ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ആണ്. ഇതുപോലെ ചില റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. ചില ബുക്കുകളിൽ W വെച്ച് ഹോൾ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. W ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്തത് 0, 1, 2 എക്സെട്ര. ഇതാണ് ഹോൾ നമ്പേഴ്സ്. ഇതെല്ലാം സെറ്റിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ എത്ര എക്സാമ്പിൾ പറഞ്ഞു? 1, 2, ദിസ് ഈസ് 3, 4, 5. ഇനിയോ നമ്പേഴ്സ് മാത്രമല്ല, നമുക്ക് എങ്ങനെ എഴുതാം? 6ാമതൊരു എക്സാമ്പിൾ നമുക്ക് ലെറ്റേഴ്സ് എഴുതാം. AEIOU. ഇതെന്ത് റെപ്രസെൻറ്റേഷനാണ്? ഇത് റോസ്റ്റർ ഫോമാണ്. ഈ 6ാമത്തെ സെറ്റിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ബിലോങ്സ് ടു. എല്ലാ കേസിലും നിർബന്ധമൊന്നുമില്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിലുള്ള എലമെൻറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്താൽ മതി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ. ഓക്കെ, എക്സ് ഈസ് എ വോവൽ. അപ്പോൾ ഇതതിൻ്റെ സെറ്റ് ബിൽഡാർ ഫോമാണ്. ഫസ്റ്റ് എഴുതിയത് അതിൻ്റെ റോസ്റ്റർ ഫോമാണ്. ഇതെല്ലാം ജനറലി നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. മാത്രമല്ല ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്റ്റ് വരാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് സബ്സെറ്റ്. അപ്പോൾ സെറ്റിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മളിവിടെ ജസ്റ്റ് പേരൊന്നും ഇട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ 6ാമത്തേന് ഞാൻ ജസ്റ്റ് A എന്ന് വിളിക്കുകയാണ്. A = സെറ്റ് ഓഫ് ഓൾ AEIOU. ഇവിടെ സെറ്റിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനറൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് സെറ്റിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ, സെറ്റിൽ ഉള്ളിലുള്ള എലമെൻറ്റ്സ് അല്ല, സെറ്റിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. ABC എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽ പേര് കൊടുക്കുന്നത്. ഓക്കെ, സബ്സെറ്റ് എന്ന് പറയുന്ന റിലേഷൻ ശരിക്കും നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഇതാണ്, സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനായിട്ട് എഴുതുകയാണെങ്കിൽ A and B be two sets. അപ്പോൾ നമുക്ക് എപ്പോഴാണ് A സബ്സെറ്റ് ഓഫ് B എന്ന് പറയുന്നത്? A സബ്സെറ്റ് ഓഫ് B implies, സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ A സബ്സെറ്റ് ഓഫ് B implies
if x belongs to A implies x belongs to B. അതായത് എയിലുള്ള എല്ലാ എലമെൻസും, എയിലുള്ള ഓൾ എലമെൻസും ബിയിലുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നൊട്ടേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിലെ വലിയ സെറ്റ് ഏതായിരിക്കും? ഇയാളായിരിക്കും വലിയ സെറ്റ്, ഇയാൾ ചെറിയ സെറ്റായിരിക്കും. ഈക്വലും ആവാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എ ഈക്വൽ ടു സെറ്റ് 1 2 3 അപ് ടു 10 എടുത്തു. ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ഓഫ് ഓൾ ഓർ 1 2 3 എക്സെട്ര അപ് ടു 20 എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? എയിലുള്ള എല്ലാ എലമെൻസും ഇംപ്ലൈസ് എ സബ്സെറ്റ് ഓഫ് ബി. കാരണം എന്താ? എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ട്. ഈ ബിലോങ്സ് ടു, ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇയാൾ ഇതിലൊരു മെമ്പറാണ്. ഓക്കെ, ആ ഒരു റെപ്രസെൻറ്റേഷനും കൂടെ നമുക്കൊന്ന് പറയാം. ബിലോങ്സ് ടു എന്നാണ് നമ്മളതിനെ റീഡ് ചെയ്യുക. അതിനെ എഴുതുന്നത് ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ്. ഇപ്പോൾ സപ്പോസ് എക്സ് ബിലോങ്സ് ടു എ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന എന്താ? വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ എക്സ് ഈസ് എ മെമ്പർ ഓഫ് എ എന്ന് പറയാം, ഓർ എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, എലമെൻറ്റ് ഓഫ് എ എന്ന് പറയാം. ഓക്കെ, അതാണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സബ്സെറ്റുകളുടെ കാര്യമാണ്. സബ്സെറ്റുകളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എയിലുള്ള എലമെൻറ്റ്സ് 1 to 10 വരെയുള്ള വാല്യൂസാണ് വരുന്നത്. ബി ഒബ്സർവ് ചെയ്താൽ ബിയിലും എന്തുണ്ട്? 1 to 10 വരെയുള്ള വാല്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് സബ്സെറ്റ് ജനറലായിട്ട് നമുക്ക് പറയാനുള്ളത്. എക്സാമ്പിൾസ് നമുക്ക് കൂടുതലായിട്ട് ബാക്കി സെക്ഷനും കൂടെ പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ സെറ്റ് സബ്സെറ്റ് എക്സാമ്പിൾസ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് ഒരു റിമാർക്കായിട്ട്, നമുക്ക് നിങ്ങളെല്ലാം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഈ സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡാറ്റ ടൈപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താ? ഡാറ്റ ടൈപ്പ്, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ടുഗദർ വിത്ത് സം ഓപ്പറേഷൻസ് ഓർ സെറ്റ് വിത്ത് സം ഓപ്പറേഷൻസ്. അതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സെറ്റ് വിത്ത് സം ഓപ്പറേഷൻസ്. ഇപ്പോൾ സെറ്റും ഡാറ്റ ടൈപ്പും തമ്മിൽ കണക്റ്റഡ് ആണ്. എക്സാമ്പിളായിട്ട് പറയാം, ജസ്റ്റ് ഇങ്ങനെ ജനറലി പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടൂല. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ബൂളിയന്, അതുപോലെ പല ഡാറ്റ ടൈപ്പ് പഠിച്ചിട്ടുണ്ടാവും. ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഡാറ്റ ടൈപ്പ്, ഇൻറ്റീജേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഡാറ്റ ടൈപ്പും സെറ്റും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് വിത്ത് സം ഓപ്പറേഷൻസ് ആണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബൂളിയൻ തന്നെ എടുക്കാം. ബൂളിയൻ എന്ന് പറയുന്നത് എന്താ? സെറ്റ് 0,1 വിത്ത് ആൻഡ് ഓപ്പറേഷൻസ് ഏതൊക്കെയാ? ആൻഡ്, ഓർ, ആൻഡ് നോട്ട്. ഇതാണല്ലോ ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. 0ഉം 1ഉം ഈ 3 ഓപ്പറേഷൻസും. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്സ് സെറ്റ് തിയറിയും ഡാറ്റ ടൈപ്പും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ. ജസ്റ്റ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ദിസ് ഈസ് നോട്ട് ഫോർ എക്സാം, ദിസ് ഈസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയാനുള്ളൊരു കാര്യം യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള ഒരു വേർഡാണ്. യൂണിവേഴ്സൽ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. എന്താണ് ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാ എലമെൻറ്റ്സിനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റ് എ ടൈമിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണ്, അതിൽ നിന്ന് വൊവൽസിനെ മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഏതാ? ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതിൽ നിന്ന് സ്പെഷ്യലായിട്ട് സബ്സെറ്റായിട്ട് എടുക്കുന്നതാണ് നമ്മുടെ
വൊവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് നമ്മളെങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ all objects under consideration, set of all objects, set of all objects under consideration. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ u equal to set of all English alphabets. ഞാൻ ജസ്റ്റ് ഇതിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റായിട്ട് എ ഇ ഐ ഒ യു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്താൽ നമ്മൾ നോക്കുന്ന ടൈപ്പ് സെറ്റ് ഏതാണോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്ട്സ് ഏതാണോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുക. അതായത് മൈൻഡിൽ വരേണ്ടത് all ഒബ്ജക്ട്സ് അണ്ടർ കൺസിഡറേഷൻ. എന്താണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൽഫബറ്റ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ആൽഫബറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റിന് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളതിനെ നമുക്ക് ഏത് പേരിൽ വേണേലും വിളിക്കാം. ജനറലി യൂണിവേഴ്സൽ സെറ്റിനെ ക്യാപിറ്റൽ യു വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ഈ യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. വെൻ ഡയഗ്രം എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് വെൻ ഡയഗ്രം? വെൻ ഡയഗ്രം എന്ന് വെച്ചാൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. ഓഫ് എ സെറ്റ് എന്ന് പറയുന്നില്ല, ഓഫ് സെറ്റ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിലെടുത്ത എക്സാമ്പിൾസ് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കണമെങ്കിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് വേണം. എന്നിട്ട് ഇപ്പോൾ സപ്പോസ് നമ്മളോട് പറയുകയാണ് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഡ്രോ ദി വെൻ ഡയഗ്രം. Draw the Venn diagram of A. അപ്പോൾ ഞാൻ പറഞ്ഞു വെൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ ആദ്യം ഡിഫൈൻ ചെയ്ത് വെച്ചത്. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ ജനറലി ഇങ്ങനത്തെ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. നമ്മളതിന് ജസ്റ്റ് യു എന്ന് പേര് കൊടുക്കും. സോറി, സ്മോൾ യു അല്ല, ക്യാപിറ്റൽ യു, സിൻസ് ഇറ്റ് ഈസ് എ സെറ്റ്. ദെൻ നമുക്കിവിടെ ഒബ്സർവ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. എല്ലാ സെറ്റുകളും അണ്ടർ കൺസിഡറേഷൻ. ഈ ഒരു വേർഡ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. അണ്ടർ കൺസിഡറേഷൻ. വെൻ ഡയഗ്രം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ വെൻ കൺസിഡറേഷൻ, നമ്മൾ ഏത് സെറ്റാണോ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ സെറ്റുകളും ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിന് ഡയഗ്രാം ഉപയോഗിച്ച്, സർക്കിൾ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഏത് ഷേപ്പ് വേണേലും വരയ്ക്കാം. നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം എന്താണ്? ഈ സെറ്റ് പുറത്ത് പോകാൻ പാടില്ല, യുവിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം എല്ലാ ഒബ്ജക്ട്സിനെയും ഇൻക്ലൂഡ് ആകുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് പറയുന്നത്. എന് നമുക്ക് വേണേൽ എലമെൻറ്റ്സ് എങ്ങനെ എഴുതാം? എ ഇ ഐ ഒ യു. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ദിസ് ഇസ് എ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുന്നത്. എപ്പോഴും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുമ്പോൾ മൈൻഡിലേക്ക് വരേണ്ട ഒരു കാര്യം യൂണിവേഴ്സൽ സെറ്റ് എന്താണ് എന്നുള്ള കൺസെപ്റ്റ് വരണം. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് അണ്ടർ കൺസിഡറേഷൻ. ദെൻ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റുകളും. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ വലിയൊരു റെക്റ്റാങ്കിൾ ആയിട്ട് വരയ്ക്കുക. റെക്റ്റാങ്കിൾ തന്നെ വേണം നിർബന്ധമില്ല, ജനറലി ഡിനോട്ട് ചെയ്യുന്ന റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ്
അതിൻ്റെ അകത്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന സബ്സെറ്റ് ഏതാണോ അതിനകത്ത് വരയ്ക്കുക. ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ എലമെൻറ്റ്സ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ സെറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു, സബ്സെറ്റ് എന്താണെന്ന് പറഞ്ഞു, യൂണിവേഴ്സൽ സെറ്റ് എന്താണ് എന്ന് പറഞ്ഞു, വെൻ ഡയഗ്രാം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് സബ്സെറ്റ് പറഞ്ഞ സമയത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം പറയണം. അതിന് മുമ്പായിട്ട് നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ നോക്കണം. ഓക്കെ, പ്രോപ്പർ സബ്സെറ്റ് എന്താന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കണം? ബിയിൽ ഉണ്ടായിരിക്കണം. അതേ ഉള്ളൂ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ സബ്സെറ്റ് രണ്ട് രീതിയിൽ വരാം. അപ്പോൾ നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് ബി ഇംപ്ലൈസ് x belongs to A. If x belongs to A, then if x belongs to A, then x belongs to B. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ, ഇത് സബ്സെറ്റിൻ്റെ ഡെഫിനിഷനാണ്, നോട്ട് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ A is a proper subset of, or A is said to be a proper subset of B. A is said to be a proper subset of B if A subset of B and A not equal to B. അതായത് ബിയിലുള്ള എല്ലാ എലമെൻസും എയിൽ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ സപ്പോസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഏതൊരു സെറ്റ് എടുത്താലും, അതാണ് ഞാൻ ജസ്റ്റ് ഒരു തിയറമായിട്ട് പറയാമെന്ന് പറഞ്ഞത്. തിയറം ഫോർ എവറി സെറ്റ്, ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഫോർ ഓൾ എന്നുള്ള മീനിങ്, അല്ലെങ്കിൽ ഫോർ എവറി, ഫോർ ഓൾ സെറ്റ് എ, നമുക്ക് എന്ത് പറയാം? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ എന്ന് തന്നെ പറഞ്ഞൂടെ? പറയാം, കാരണം എയിലുള്ള എല്ലാ എലമെൻസും ഒന്നുണ്ട്, എയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനെന്ത് പറയില്ല? എ പ്രോപ്പറാന്ന് പറയില്ല, ഇത് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. ഇംപ്രോപ്പർ സബ്സെറ്റ്. സോ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ എയും ബിയും ഈക്വൽ ആവാൻ പാടില്ല. അതായത് എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം, എ ബിനേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്താണ്? എ ഈസ് നോട്ട് എ പ്രോപ്പർ പ്രോപ്പർ സബ്സെറ്റ്. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഈ ഒരു സംഭവം ഒബ്സർവ് ചെയ്താൽ ഏതൊരു സെറ്റ് എടുത്താലും അതിൻ്റെ സബ്സെറ്റായിട്ട് ആ സെറ്റിനെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് കിട്ടി, ഏതൊരു സെറ്റ് എടുത്താലും അതിന് സബ്സെറ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ട്. ഇനി ഒന്നോ ഉള്ളോ, ഒന്നിൽ കൂടുതലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സം സ്പെഷ്യൽ സെറ്റുകളെ കുറിച്ച് പരിചയപ്പെടാനുണ്ട്. സം സ്പെഷ്യൽ സെറ്റ്. അതിലൊന്ന് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റാണ്. പേര് പോലെ തന്നെ എന്തായിരിക്കും? ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്, റൈറ്റ്? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഫൈ ഈക്വൽ ടു നമുക്ക് ജസ്റ്റ് സെറ്റിൻ്റെ സിമ്പൽ ഇട്ടിട്ട് അതിനകത്തൊന്നുമില്ല, എംപ്റ്റി സെറ്റ്, അല്ലെങ്കിൽ അതിനെ നൾ സെറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ,
നമുക്ക് സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരെലമെൻറ്റും ഇല്ലാത്ത സെറ്റ് വിത്ത്, ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് എന്ത് പറയാം, സെറ്റ് വിത്ത് നോ എലമെൻറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഫോർ എവരി, ഇവിടെ നമുക്കൊരു റിസൾട്ട് എഴുതാൻ പറ്റും. എന്താ, ഫോർ ഓൾ സെറ്റ്സ് empty set subset of, as in a, for all set A, suppose I am calling that set A, അല്ലെങ്കിൽ വേർഡ്സിൽ കുറച്ചുകൂടെ നമുക്കൊന്ന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് വേർഡ്സിൽ എഴുതാം. ഫോർ ഓൾ സെറ്റ്സ് empty set ഈസ് എ സബ്സെറ്റ്. അപ്പോൾ രണ്ടാൾ സബ്സെറ്റായിട്ട് വരും നമ്മൾ പറഞ്ഞു. മുമ്പ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതൊരു സെറ്റിനും ആ സെറ്റ് തന്നെ സബ്സെറ്റായിട്ട് വരാം, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഏതൊരു സെറ്റിനും എംപ്റ്റി സെറ്റും സബ്സെറ്റായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു തിയറമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. തിയറം ഫോർ എവറി സെറ്റ് എ, for every set capital A, we have first one A subset or equal to A, അതുപോലെ തന്നെ empty set subset or equal to A. ഏതൊരു സെറ്റ് എടുത്താലും ഈ രണ്ട് കണ്ടീഷൻസും അല്ലെങ്കിൽ ഈ രണ്ട് സബ്സെറ്റുകളും മിനിമം അതിനുണ്ടാവും. അപ്പോൾ ഏതൊരു സെറ്റിനും മിനിമം രണ്ട് സബ്സെറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ, ഡസ് ഓൾ സെറ്റ്സ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്? കറക്റ്റാണോ? കറക്റ്റ് അല്ലേ? ഇവിടെ നോക്കിയാൽ ഒന്ന് അതിൻ്റെ സബ്സെറ്റ് ആവാം, അല്ലെങ്കിൽ മാത്രമല്ല എംപ്റ്റി സെറ്റും അതിൻ്റെ സബ്സെറ്റ് ആവാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്താൽ എ സബ്സെറ്റ് ഓഫ് എ ആണ്, എംപ്റ്റി സെറ്റ് സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? യെസ് ഓർ നോ? നിങ്ങൾ യെസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ദി ആൻസർ ഈസ് നോ. കാരണം സപ്പോസ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആണെങ്കിൽ ആ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. എംപ്റ്റി സെറ്റ് സബ്സെറ്റ് ഓഫ് എംപ്റ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഏതെങ്കിലും സബ്സെറ്റ് ഉണ്ടാവുമോ? ഇല്ല. വേറെ ഏതെങ്കിലും സെറ്റ് അങ്ങനത്തെ ഉണ്ടോ? അതായത് രണ്ട് സബ്സെറ്റുകളെങ്കിലും എക്സിസ്റ്റ് ചെയ്യാത്ത എംപ്റ്റി സെറ്റ് അല്ലാത്ത, ഈ എംപ്റ്റി സെറ്റിന് നമ്മൾ ട്രിവിയൽ സബ്സെറ്റ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു പേരിൽ വലിയ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ അഗെയിൻ, ഡസ് ഓൾ നോൺ എംപ്റ്റി subset, or sorry, not subset, does all non-empty set has minimum or at least 2 element? The answer is yes. അപ്പോൾ നോൺ എംപ്റ്റി സെറ്റ് ഏതെടുത്താലും അതിന് അറ്റ്ലീസ്റ്റ് 2 സബ്സെറ്റുകൾ ഉണ്ടാവും. ആ തിയറൊക്കെ നമ്മൾ വി വിൽ പ്രൂവ് ലേറ്റർ ഇഫ് റിക്വയർ. കാരണം നമ്മൾ പ്രൂഫ്സിൻ്റെ മെത്തേഡിലേക്ക് ഈ ഒരു ഫസ്റ്റ് ലെക്ചറിൽ പോകുന്നില്ല. പ്രൂഫ്സ് എല്ലാം നമ്മൾ അടുത്തതിലേക്കാണ് പോകുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പവർ സെറ്റ് എന്താണ് എന്നുള്ളതാണ്. അടുത്തൊരു ഡെഫിനിഷനാണ് പവർ സെറ്റ്. ഓക്കെ, ഞാൻ ഡിഫൈൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇനി എടുക്കുന്ന എല്ലാം നോൺ എംപ്റ്റി സെറ്റുകളാണ്. ലെറ്റ്
എ ബി any set, then set of all subsets of A, set of all subsets of A is called power set of A, power set of A, denoted by P of A. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ നോക്കേണ്ടത്? പവർ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ, എയുടെ എല്ലാ സബ്സെറ്റുകളെയും ഒരു സെറ്റാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ അതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഓക്കെ, സപ്പോസ് ഐ ആം ടേക്കിംഗ് എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് പി ഓഫ് എ, ഫൈൻഡ് പി ഓഫ് എ, പവർ സെറ്റ് ഓഫ് എ കണ്ടെത്തണം. അപ്പോൾ പി ഓഫ് എ എഴുതാൻ എന്ത് ചെയ്താൽ മതി? എയുടെ എല്ലാ സബ്സെറ്റുകളും എടുത്ത് എഴുതിയാൽ മതി. ഒരു സെറ്റ് സബ്സെറ്റ് ആവണേലുള്ള കണ്ടീഷൻ എന്താ? അതിലുള്ള എല്ലാ എലമെൻസും എയിൽ ഉണ്ടായാൽ മതി. നമുക്കറിയാവുന്ന ഒരു കാര്യം, എ നോൺ എം ടി സെറ്റ് ആയതുകൊണ്ട് തന്നെ എയിൽ ആരൊക്കെ ഉണ്ടാവും? ഒന്ന് എം ടി സെറ്റ് ഉണ്ടാവും, എയും ഉണ്ടാവും. അല്ലെങ്കിൽ എ നമുക്ക് ലാസ്റ്റ് എഴുതാം. നമുക്കൊരു അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റ് എഴുതി. ഇനിയോ ഒരു എലമെൻറ്റ്സ് മാത്രമുള്ള സെറ്റ്സ് ഉണ്ട് അല്ലേ? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, ഇതൊക്കെയുടെ സബ്സെറ്റ് അല്ലേ? കാരണം എന്താ? അതിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലില്ലേ? ഉണ്ട്. ഇനി അത് കഴിഞ്ഞാലോ 2 എലമെൻ്റ് ഉള്ളത് 1 2, ദെൻ 1 3, ദെൻ 2 3. 2 എലമെൻ്റ് ഉള്ളത് കഴിഞ്ഞു. ഇനി 3 എലമെൻ്റ് ഉള്ളത് ഏതാ? 1 2 3. അപ്പം ഇവിടെ നോക്കിയാൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ്, ആ ഒരു റിസൾട്ട് നമുക്ക് ഇവിടുന്ന് ഒന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എലമെൻറ്റ്സ് ഓഫ് പവർ സെറ്റ്, പവർ സെറ്റ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പവർ സെറ്റ്. നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്. പി ഓഫ് എയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, എയിൽ ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എയിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. പി ഓഫ് എയിലോ 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയൊരു കാര്യം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 2⁻³ എന്ന് എഴുതാം. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പവർ സെറ്റ് എ എന്ന് പറയുന്നത് 2⁻, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ. അപ്പോൾ അതൊരു റിസൾട്ടായിട്ട് എഴുതി വെക്കുന്ന നല്ലത്. റിസൾട്ട് ഇഫ് എ ഹാസ് n elements, then P of A has 2⁻n elements. സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? if number of elements of A equal to n, then number of elements of P of A equal, number of elements of P of A equal to 2⁻n. ഇത്രയുള്ള റിസൾട്ട്. ബാക്കി വേർഡ്സിലൊന്നും പഠിച്ചു വെക്കണം എന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് പി ഓഫ് എ ഈക്വൽ ടു 2⁻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ. ഇത് മാത്രം നോക്കി വെച്ചാലും മതി. ഓക്കെ, എല്ലാം ഒരേ റിസൾട്ട് തന്നെയാണ്, ഡിഫറെൻറ്റ് രീതിയിൽ എഴുതി എന്ന് മാത്രം.
അപ്പോൾ നമുക്ക് പവർ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ആണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഫോർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എയുടെ കാർഡിനാലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ എയുടെ സൈഡിൽ മോഡുലസ് ഓഫ് എ, നമ്മൾ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ, ഇതിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എൻ എന്താണ്? അത് ഇൻഫൈനൈറ്റ് ആണ്. കാരണം നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണോ? അല്ല. ഇപ്പോൾ എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. ഇറ്റ്സ് എ ഫൈനൈറ്റ്. അപ്പോൾ കാർഡിനാലിറ്റി എന്താവാം? ഇൻഫൈനൈറ്റും ആവാം, ഫൈനൈറ്റും ആവാം. ഇനി ഇൻഫൈനൈറ്റിന് നമ്മൾ ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആണ്. അതെന്താവാം? ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സെറ്റ് വി ആർ കൺസിഡറിങ്. അടുത്ത ഇനി നോക്കാനുള്ളത് എന്താണ്? സെറ്റ് ഓപ്പറേഷൻസ്. ഇതെല്ലാം സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ട സെക്ഷൻ വരുമ്പോൾ നമ്മൾ ടൈം എടുത്ത് ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം +2 ലെവലിൽ നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. സോ സെറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും ഏതൊക്കെയായിരിക്കും? യൂണിയൻ. സെക്കൻഡ് വൺ എന്തായിരിക്കും? ഇന്റർസെക്ഷൻ. പിന്നെയോ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. പിന്നെയോ വേറെ ഏതെങ്കിലും ഉണ്ടോ? എയും ബിയും ഉണ്ടെങ്കിൽ A-B കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിയൻ എടുത്താൽ എന്തായിരിക്കും യൂണിയൻ എന്ന് പറയുന്നത്? ഇപ്പോൾ സപ്പോസ് എയും ബിയും രണ്ട് A, B 2 സെറ്റ്സ്. എ യൂണിയൻ ബി എന്താ? എയിലും ബിയിലുള്ള എലമെൻസിനെ യൂണിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ വെച്ചിട്ടും ഇൻ്റർസെക്ഷനെ ഈ ഒരു സിമ്പൽ വെച്ചിട്ടും കോംപ്ലിമെൻറ്റിനെ ജസ്റ്റ് ഒരു ബാർ വെച്ചിട്ടോ അല്ലെങ്കിൽ സി വെച്ചിട്ടോ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എയിലോ ബിയിലോ ഉള്ള എലമെൻസിനെ അല്ലെങ്കിൽ എയിലും ബിയിലും കൂടെ ഉള്ള എലമെൻസിനെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാൽ അത് യൂണിയനായി. ആ പേര് തന്നെ കിട്ടും. യൂണിയൻ എന്ന് പറയുമ്പോൾ എയും ബിയും കൂടെ ജോയിൻ്റ് ആവുന്നു, യൂണിയൻ ആവുന്നു, അവർ ഒരുമിക്കുന്നു. സപ്പോസ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് AB. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? എയിലെയും ബിയിലെയും എലമെൻസിനെ ഒരുമിച്ച് എഴുതിയാൽ മതി. സോ 1 2 3 AB. ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എയിലും ബിയിലും ഉള്ള എലമെൻസിനെ കോമൺ ആയിട്ട് വരുന്ന ഇന്റർസെക്ഷൻ, കോമൺ ആയിട്ട് വരുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ സപ്പോസ് ഐ ആം ടേക്കിംഗ് സെറ്റ് 1 2 up to 10, b ഈക്വൽ ടു സെറ്റ്
2, 4, 6, 2, 4, 6 up to 20. Set of all even numbers less than or equal to 20, and A is set of all natural numbers less than or equal to 10. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് 2, 4, 6, 8, 10. ഓക്കെ. ഇനി കോംപ്ലിമെൻറ്റ് പറയണമെങ്കിൽ എപ്പോഴും ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വരണം, യൂണിവേഴ്സൽ സെറ്റ് വേണം. യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോംപ്ലിമെൻറ്റ് എന്നുള്ള സെറ്റ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സപ്പോസ് എ കോംപ്ലിമെൻ്റ് എന്താ? എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു യു. യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം. ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എക്ക് പുറത്തുള്ള എല്ലാ എലമെൻറ്റും, അതായത് എയിൽ ഇല്ലാത്ത എല്ലാ എലമെൻറ്റ്സും, ഇതിനെ വേണേൽ നമുക്ക് യു മൈനസ് എ എന്ന് പറയാം. യുവിൽ നിന്നും എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കുറച്ചാൽ കിട്ടുന്നതാണ്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യു ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സോ ആൻഡ് എ ഐ ആം ടേക്കിംഗ് ആസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ. ദെൻ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബി. എ എന്ന് പറയുന്ന എലമെൻറ്റ് വരില്ല, കാരണം എ ഇസ് എ വവൽ. എ ബി സി ഡി, ദെൻ ഇ വരില്ല, എഫ് ജി എച്ച് ഐ വരില്ല. വവൽസ് ഒഴിവാക്കി ബാക്കിയുള്ള എലമെൻറ്റ്സ്. സോ ആൽഫബറ്റിൽ നിന്നും വവൽസ് ഒഴിവാക്കിയാൽ കിട്ടുന്ന ഇതാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. മൈനസ് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു പോയി. എന്തായിരുന്നു എ മൈനസ് ബി എന്ന് പറയുന്നത്? സപ്പോസ് എ ആൻഡ് ബി ടു സെറ്റ്സ്, then the operation a minus b is equal to set of all x belongs to a and x does not belongs to b. എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെൻസിൻ്റെ കളക്ഷനാണ്. അതായത് എയിൽ നിന്ന് ബിയിലുള്ള എലമെൻറ്റ്സ് കുറയ്ക്കാം. ഇപ്പോൾ സപ്പോസ് എയിലൊരു എലമെൻറ്റ് ബിയിലൊരു എലമെൻറ്റ് എക്സ്ട്രാ ഉണ്ട്, എയിൽ ആ എലമെൻറ്റിലേക്ക് കുറക്കാൻ കഴിയുമോ? അങ്ങനെ ഡയറക്റ്റ് കുറയ്ക്കലല്ല. എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയറാണ്. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സി ഡി ഇ എഫ് അപ് ടു ഐ am writing, and b equal to a e I o u. then a minus b എന്തായിരിക്കും? എയിൽ നിന്നും ബിയിലുള്ള എലമെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ എയിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ആരാ? ഈ രണ്ട് എ കുറയ്ക്കാം, ദെൻ ഇ കുറയ്ക്കാം, ഐകൾ കുറയ്ക്കാം, കാരണം ഇതിൽ വവൽസ് ആണ്. ഇനി ഓയും യുവും എക്സ്ട്രാ ബിയിലുണ്ട്, പക്ഷേ എയിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് കുറയ്ക്കാൻ കഴിയോ? ഇല്ല. അപ്പോൾ ഉള്ള എലമെൻറ്റ്സ് മീൻസ് എക്സ്ട്രാ ഉള്ള ബിയിലുള്ള എലമെൻറ്റ്സ് മൈൻഡ് ചെയ്യേണ്ട. രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിന് എയിൽ നിന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് എഴുതിയാൽ കിട്ടുന്നതാണ് എ മൈനസ് ബി. അപ്പോൾ എ മൈനസ് ബി നമുക്ക് എന്ത് പറയാം? എയിൽ നിന്നും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് കുറയ്ക്കുക. remove all elements common to both a and b. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എയിൽ നിന്നും കുറച്ചാൽ കിട്ടുന്നതാണ് എ മൈനസ് ബി. റിമൂവ് ഓൾ common elements or elements common to both a and b from എവിടുന്നാ കുറയ്ക്കേണ്ടത്? എയിൽ നിന്ന്, ഫസ്റ്റ് എലമെൻ്റ് നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനസ് എന്ന് പറയുന്ന സെറ്റ് ഓപ്പറേഷൻ. അങ്ങനെ സെറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു.
യൂണിയൻ കഴിഞ്ഞു. അടുത്ത നമുക്കൊന്ന് നോക്കാനുള്ളത് ഡിസ്ജോയിന്റ് സെറ്റാണ്. എപ്പോഴാണ് ഒരു സെറ്റ് രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് എന്ന് പറയാം? ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഡിസ്ജോയിന്റ് സെറ്റ്സ്. എന്തായിരിക്കും അത്? ജോയിന്റ് ആയിരിക്കില്ല. എ ആൻഡ് ബി two sets are said to be disjoint. എപ്പോഴാണ് ഡിസ്ജോയിന്റ് ആവുന്നത്? എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരെലമെന്റും ഇല്ല. എങ്ങനെ എഴുതാം? എ ഇന്റർസെക്ഷൻ ബി എം ടി ആണെങ്കിൽ, അല്ലെങ്കിൽ ദർ ഈസ് നോ എലമെന്റ് കോമൺ ടു എ ആൻഡ് ബി. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? അതിനെ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എം ടി എന്ന് പറയാം. അല്ലെങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയാം. നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് പറയുന്ന റെപ്രസെൻറ്റേഷൻ പഠിച്ചു. അത് വെച്ച് നമ്മളൊരു പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ഈ ഒരു റിസൾട്ട് കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് എ ബി എന്നൊക്കെ പറയുന്ന ടു ഫൈനൈറ്റ് സെറ്റ്സ് ആണ്. കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി എനെയും ബിനെയും ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും വരുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണ്. ദെൻ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഒരു റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഒരു റിസൾട്ടിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. എയും ബിയും എല്ലാം ഫൈനൈറ്റ് സെറ്റ് ആക്കിയില്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ഒരു പക്ഷേ വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഒക്കെ കയറി വരികയാണെങ്കിൽ മൈനസും പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഒക്കെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും കഴിയില്ല. അത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് എനെയും ബിനെയും നമ്മൾ ഫൈനൈറ്റ് സെറ്റായിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെക്ചറിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലെക്ചറിൽ നമുക്ക് ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മടങ്ങി വരാം.